Hi friends, എല്ലാവർക്കും Nikki Rootsലേക്ക് സ്വാഗതം. Welcome to Nikki Roots. Nikki Roots is basically a YouTube channel concentrating on the boosting of English vocabulary in an effective way, that is learning through the roots. ഇതിനു മുമ്പത്തെ സെഷൻസ് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയി എന്ന് അറിഞ്ഞതിൽ സന്തോഷം. നമ്മൾ ഓരോ ആഴ്ചയിലും ഓരോ പുതിയ സെഷൻസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് and press the bell icon too, so that you'll get my notifications when I upload my sessions. So let's get started. Today in this session we'll be analyzing the root ego and its various forms. Actually നമ്മുടെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പേഴ്സണാലിറ്റി ടൈപ്പ് ആയ ആൾട്രൂയിസ്റ്റിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. So if there is anyone who have missed my previous sessions, please to catch the links in the description box. And today we'll be dealing with the personality types: egoist, egotist, egocentric and egomaniac. And all these words are derived from the same Latin root ego, meaning self or I. Ego is not only a simple Latin root, but it is also an important English word. For example, if we construct a sentence, what do you think your constant criticisms do to my ego? In this sentence, the word ego denotes one's concept of oneself. അതായത് നമ്മുടെ എല്ലാം ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഞാൻ എന്ന ഭാവത്തിനെ അഥവാ അഹംഭാവത്തിനെയാണ് ഈഗോ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈഗോ മൊത്തത്തിൽ ഒരു നെഗറ്റീവ് വൈബാണ്. There's a famous saying about ego, that is, in a war of ego, the loser always wins. ഈഗോയുമായിട്ടുള്ളൊരു യുദ്ധത്തിൽ ആരാണോ പരാജയപ്പെടുന്നത് അവനാണ് ആ യുദ്ധത്തിലെ യഥാർത്ഥ വിജയി. ഫസ്റ്റ് ഓഫ് ഓൾ we'll discuss about the personality egoist. Egoist is actually the antonym of altruist. നമ്മൾ ഫസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്ത ആൾട്രൂയിസ്റ്റിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ഈഗോയിസ്റ്റ് എന്നുള്ളത്. ആൾട്രൂയിസ്റ്റ് എന്നുള്ളൊരു പേഴ്സണാലിറ്റി നമ്മൾ ആരെയൊക്കെ ഡിനോട്ട് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്? മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഒരു തരത്തിലുമുള്ള സെൽഫ് ബെനിഫിറ്റ് ആഗ്രഹിക്കാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് കാര്യങ്ങളും ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരെയാണ് നമ്മൾ ആൾട്രൂയിസ്റ്റ് എന്ന് വിളിക്കുന്നതെങ്കിൽ, ഈഗോയിസ്റ്റ് എന്നുള്ളൊരു പേഴ്സണാലിറ്റി ആക്ച്വലി എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും സെൽഫ് ബെനിഫിറ്റ് ആണ് അവരുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ കൺസേൺ. സ്വയം പ്രയോജനമില്ലാത്ത ഒരു കാര്യത്തിലും ഇങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റീസ് ഉള്ളവർ ഏർപ്പെടില്ല. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഈഗോയിസ്റ്റ് എന്നുള്ളൊരു വേർഡ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത പേഴ്സണാലിറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫ്രണ്ട്സിന്റെ ഗ്യാങ്ങിൽ എപ്പോഴും ഒരു തള്ളിസ്റ്റ് എന്നുള്ള ഒരാൾ നമ്മൾ റാങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ആൻഡ് ഹാവ് യു എവർ തോട്ട് ദെയർ ഇസ് എൻ എക്സാക്ട് ഇംഗ്ലീഷ് വേർഡ് ഫോർ ദാറ്റ് സോ കോൾഡ് തള്ളിസ്റ്റ്? ആൻഡ് യെസ്, ആ ഒരു വേർഡാണ് ഈഗോട്ടിസ്റ്റ്. ഗോട്ട് കൺഫ്യൂസ്ഡ് വിത്ത് ഈഗോയിസ്റ്റ് ആൻഡ് ഈഗോട്ടിസ്റ്റ്? No way for confusion. That is, there is an extra T in egotist for talking, and that is one way to remember egotist and differentiate egotist from egoist. അതായത് ഈഗോട്ടിസ്റ്റ് എന്നുള്ളൊരു പേഴ്സണാലിറ്റി ഉള്ളവർ എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കും. അവർ സ്വയം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിട്ടാണ് നമ്മൾ തള്ളിസ്റ്റ് എന്നൊക്കെ റാങ്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് നമ്മൾ പറയുന്നതാണ് അവരെപ്പോഴും സ്വയം തള്ളിക്കൊണ്ടിരിക്കും. അത് നമുക്ക് ഒരിക്കലും സഹിക്കാനും പറ്റത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈഗോട്ടിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ആക്ച്വലി the self or I is the greatest concern in the ego's mind and is the most overused word in the egotist vocabulary. This is what is egoist and egotist. Then over to the next personality, that is egocentric. Egocentric personalities actually consider themselves as the center of the universe. അതായത് അവരാണ് എല്ലാം എന്നുള്ളൊരു ചിന്താഗതി ഉള്ളവരെയാണ് നമ്മൾ ഈഗോസെൻട്രിക് പേഴ്സണാലിറ്റീസ് എന്ന് വിളിക്കുന്നത്. മറ്റുള്ളവർക്കും വ്യൂസ് ഉണ്ട്, മറ്റുള്ളവർക്കും ഒപ്പീനിയൻസ് ഉണ്ട്, തന്നെ പോലെ തന്നെ പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നൊന്നും ചിന്തിക്കാതെ തൻ്റെ അഭിപ്രായങ്ങൾക്ക് മാത്രം വില കൽപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ ഈഗോസെൻട്രിക് പേഴ്സണാലിറ്റി ഉള്ളവരെന്ന് വിളിക്കുന്നത്. ഓവർ ടു ഈഗോമാനിയക്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഈഗോയിസ്റ്റിൻ്റെയും ഈഗോട്ടിസ്റ്റിൻ്റെയും ഈഗോസെൻട്രിക്കിൻ്റെയും ഒരു എക്സ്ട്രീം ലെവലിനെയാണ് ഈഗോമാനിയക് എന്ന് വിളിക്കുന്നത്. ആക്ച്വലി egomaniac carry egoism to such an extreme that their needs, desires have become a morbid obsession, that is a mania. ഒരു മാഡ്നസ് ആയി മാറി. അതായത് തൻ്റെ ഉള്ളിലുള്ള ഞാനെന്ന ഭാവം അല്ലെങ്കിൽ അഹംഭാവം ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോയിട്ടുള്ളവരെയാണ് നമ്മൾ ഈഗോമാനിയാക് എന്ന് വിളിക്കുന്നത്. ആക്ച്വലി ഈഗോമാനിയാക് പേഴ്സണാലിറ്റി ഉള്ളവർ ആക്ച്വലി നമുക്ക് ഒരുപാട്
ഡേഞ്ചറസ് ആണ്, മറ്റുള്ളവരെല്ലാം ആക്രമിക്കാനൊക്കെ സാധ്യതയുള്ളവരാണ്. അവർക്ക് സ്വന്തമായിട്ടുള്ള വ്യൂസും സ്വന്തമായിട്ടുള്ള ഒപ്പീനിയൻസിലേക്ക് അവർ അടിച്ചമർത്തപ്പെട്ടതായതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കാനായിട്ട് ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റീസ് താല്പര്യപ്പെടുകയില്ല. So this is what is egomaniac. So from the Latin root ego meaning self or I, we derived the words egoist, egotist, egocentric and egomaniac, where egoist and egotist are obnoxious or unpleasant, egocentric is intolerable, and egomaniac is dangerous and slightly mad. This is what is the root ego and its various forms. Today we will look at the etymology of the country name Bangladesh. Bangladesh, to the east of India on the Bay of Bengal, is a South Asian country marked with lush greenery and many waterways. Bangladesh is having a population of about 16 crore and its capital is Dhaka. Over to the etymology of Bangladesh. At the time of Indian independence, India was partitioned into Pakistan and India, where West Bengal remained with India and East Bengal became a part of Pakistan. After many years, East Bengal demanded for their freedom from Pakistan, and as a result of their freedom struggle, East Bengal was independent on 16th December 1971 and was named as Bangladesh, where Bangla stands for Bengal and Desh stands for land or country. Consequently, Bangladesh means the land of Bengal. This is the etymology of the country name Bangladesh. So I'll just sum up today's session. Today we have discussed about the personality types: egoist, egotist, egocentric and egomaniac. All these words are derived from the same Latin root ego meaning self or I, and also we have dealt with the etymology of the country name Bangladesh meaning the land of Bengal. So ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. Please do like and share with your dear ones, and if you have any queries or suggestions, please do comment below. And most importantly, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രസ് ദ ബെൽ ഐക്കൺ ടു. ഇതിന് മുമ്പത്തെ സെഷൻസിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആൻഡ് ഇതുവരെ നിങ്ങൾ എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. ആൻഡ് താങ്ക് യു ഫോർ ഓൾ യുവർ സജഷൻസ് ആൻഡ് കൈൻഡ് വേർഡ്സ്. And in the next video, I will come up with a bunch of new words. Until then, it's Nikki signing out. Bye.